ഹലോ, ഹായ്. അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് ഒരു സൂവിലാണുള്ളത് നമ്മളല്ലേ. ഗോതംബർഗിൽ ഒരു സൂ ആണ്. 340 ഏക്കർ സ്ഥലം, 250ഓളം ഇൻഡിവിജ്വൽ അനിമൽസ്, 24 മണിക്കൂർ ഓപ്പൺ, എൽക്ക്, റെയിൻഡിയർ, പെൻഗ്വിൻ, അങ്ങനെ ഒരു ലോഡ് അനിമൽസ്. എല്ലാം ഈ സ്കാൻഡിനേവിയൻ അനിമൽസ് ആണ്. ഇവിടത്തേക്ക് വരാനുള്ള എൻട്രി ഫീ ആണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സംഭവം. എത്രയാണെന്നറിയാമോ? 0. ഫ്രീ ആണ്. 24 hours ഓപ്പൺ ആണ്, ഫ്രീ ആണ് പബ്ലിക്കില്. നമുക്ക് ഇന്നൊന്ന് അവിടെ പോയി നോക്കാം അല്ലേ. അപ്പൊ നമ്മള് എൻട്രൻസ് കണ്ടുപിടിക്കാനായിട്ട് നടക്കാനുള്ളേ. എൻട്രൻസിലാണെന്നാ തോന്നുന്നത്. ഇത് വലിയൊരു ഏരിയ അല്ലേ, 340 ഏക്കർ ഉള്ളത്. പ്രത്യേകമായ ഒരു എൻട്രൻസ് ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. ഏത് വഴി കയറി ഏത് വഴി ഇറങ്ങാൻ തോന്നുന്നു. പക്ഷെ ഇത് കുട്ടികളുടെ പാർക്കല്ലേ. ഇത് കുട്ടികളുടെ പാർക്കാട്ടോ. ഗോതംബർഗുള്ള സ്ലോട്ട്സ്കോഗൻ എന്ന് പറയുന്ന സൂവിലാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. സിറ്റിയുടെ നടുക്ക് തന്നെ ഇത്രയും പച്ചപ്പ് നിറഞ്ഞൊരു സൂ ഉണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പാടായിരിക്കും. കാരണം ഒരു പ്രോപ്പർ കാടിന്റെ ഉള്ളിൽ കൂടെ നടക്കുന്ന ഫീൽ തന്നെയാണ് നമുക്ക് ഇതിൽ കൂടെ നടക്കുമ്പോൾ കിട്ടുന്നത്. അപ്പൊ ഒരു നോർമൽ സൂ പോലെയല്ല, അത് ഇതൊരു പാർക്ക് ആണ്. അപ്പൊ നമുക്ക് പാർക്കിന്റെ ഉള്ളിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാം. അതിൽ കുറെ സ്ഥലത്ത് ഒക്കെ ആയിട്ട് ഓരോ എൻക്ലോഷേഴ്സ് ഉണ്ട്, ഓരോ ജീവികളുള്ള സ്ഥലങ്ങളുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. എനിക്ക് കൗതുകമാണ്. ഞാൻ ആക്ച്വലി ഒത്തിരി ഫോട്ടോസും വീഡിയോസും ഒന്നും കണ്ടിട്ടില്ല. അപ്പൊ എനിക്ക് കൗതുകമാണ് എങ്ങനെയാണ് ഈ ജീവികളെ ഇട്ടേക്കുന്നത് എന്നുള്ളത്. അപ്പൊ നമ്മൾ ഇതുവരെ ഒരു മൃഗത്തെ പോലും കണ്ടിട്ടില്ല. അപ്പൊ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല ദൂരം ഉണ്ട് നടക്കാനായിട്ട്. നമ്മൾ ഇപ്പൊ തന്നെ നടന്ന് 1 കിലോമീറ്റർ നടന്നിപ്പോ. നല്ല ചൂടാണ്. നാട്ടിലെ പോലത്തെ ക്ലൈമറ്റ് ആണല്ലേ ഇന്ന്. ഈ സ്ഥലം കണ്ടാൽ പോലും നാട്ടിലെ ഒരു സ്ഥലം ഇതിപ്പോ യൂറോപ്പാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. ഇത് കണ്ടോ, ചുറ്റുമൊക്കെ കണ്ടോ, എലിയുണ്ട് കേട്ടോ, വലിയ എലിയെ കണ്ടോ. പിന്നെ വേറൊരു കാര്യം, വലിയ ഇവിടെ വന്നതിന് ശേഷം ഇതുവരെ ഒരു ജീവിനെ പോലും ഇവിടെ കണ്ടിട്ടില്ല. മുയലിനെ കണ്ടു ഞാൻ. ഇപ്പൊ മാനം കണ്ടില്ല താൻ. അങ്ങനെ ഫൈനലി വലിയൊരു മാനിനെ കണ്ടു. അതൊരു ഒട്ടും പേടിയില്ലാതെ നടക്കുന്നത്. ഇവിടെ ആളുകളൊക്കെ സ്ഥിരം വരുന്നല്ലേ. അപ്പൊ ആദ്യമായിട്ടാണ് ഇവിടെ മാനിനെ കാണുന്നത് അല്ലേ. ഇവിടെ വന്നിട്ട് കണ്ടിട്ടില്ലായിരുന്നു. പന്നീനെയും മുയലിനെയും കണ്ടുള്ളൂ. പന്നീനെയും മുയലിനെയും മാറ്റമുണ്ട്. ചീഞ്ഞ വെള്ളം ഇലയ്ക്ക് വീണിട്ട് ചീഞ്ഞടക്കുക. ഏകദേശം ഒരു 2 കിലോമീറ്റർ നടന്നപ്പോഴേക്കും നമ്മൾ ആദ്യത്തെ എൻക്ലോഷറിലെത്തി. ഇതിന്റെ ഉള്ളിൽ ഒരു പുള്ളിമാനയായിട്ട് വിട്ടേക്കുന്നത്. ഇതിനോട് ഫാലോഡിയർ എന്നാണ് പറയുന്നത്. നമ്മുടെ നാട്ടിലെ പുള്ളിമാനയൊക്കെ പോലെ ഇരിക്കും. പക്ഷെ വിന്ററൊക്കെ ആവുമ്പോഴേക്കും ഉമ്മാരെ കളറൊക്കെ മാറും കേട്ടോ. അവിടെ നിങ്ങളുടെ കൂടാന്ന് തോന്നുന്നല്ലേ. ഇതും ചെമ്മരിയാട് മാനുണ്ടായിരുന്നു. കൊറേ മാൻ അതിന്റെ ചുറ്റും. അതിന്റെ ഉള്ളിലാണ് തീറ്റ ഇട്ട് കൊടുത്തേക്കണ കണ്ടോ. പുല്ല് വേണ്ടവർക്ക് പുല്ല്, അതിന്റെ ഉള്ളില് തീറ്റ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ പൂങ്കോഴി അതിന്റെ അടുത്ത് പൂട്ടിയിട്ടേക്കോ. കേറിപ്പോയത് തന്നെ കണ്ടത് ഓടിപ്പോയി. വലിയ ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ? പന്നിയുണ്ട്. ഇതിനകത്ത് ആ ചെറിയ ഒരു വൈറ്റ് ബ്ലാക്ക് കളറിലുണ്ട്. കാണാം, ക്യാമറയിൽ കിട്ടൂല. പക്ഷെ അതിനകത്ത് കിടപ്പുണ്ട്. മയങ്ങുന്ന സമയമായി പോയി തോന്നുന്നു. നമ്മൾ എത്തിയപ്പോഴേക്കും കഴിച്ച് മയങ്ങാന്ന് തോന്നുന്നു. മുകളിലോട്ട് കയറി വരാം നമുക്ക്. ഇത് ശരിക്കും ഒരു മലയിലാണ് ഉണ്ടാക്കിയെടുത്തേക്കണെന്ന് തോന്നുന്നത് അല്ലേ. കുന്നാണിത്. കുന്നിന്റെ മുകളിലോട്ട് വന്നു കേട്ടോ. പാറക്കെട്ടൊക്കെ കണ്ടോ വിഷ്ണു? അത്യാവശ്യം നല്ല പൊക്കത്തിലാട്ടോ. കണ്ടോ ആ സൈഡില് ബിൽഡിങ് കാര്യങ്ങളൊക്കെ കാണാം ദൂരെ. അതേപോലെ സിറ്റിയൊക്കെ താഴെയാണ്. സിറ്റിയൊക്കെ താഴെയാ. ഇത് മറ്റേ ഡിയർ തന്നെയാ താഴെ കണ്ടത്. ഫാലോ ഡിയർ തന്നെ ആണ് ഇവിടെ. ഈ ഒരു സ്ഥലം അത്യാവശ്യം നല്ല ഹൈറ്റിലിരിക്കുന്ന സ്ഥലം കേട്ടോ. അതുകൊണ്ട് ചുറ്റും നല്ല കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നടക്കാം. ഇതുവരെ നമ്മൾ കുറച്ച് മാനുകളെയും ചെമ്മരിയാടിനെയൊക്കെയാണ് കണ്ടുള്ളൂ. മെയിൻ ജീവജാലങ്ങളൊക്കെ വരാനിരിക്കുന്നുള്ളൂ. ഇതുണ്ടോ ഒരു കുഴി പോലെ, ചതുപ്പ് പോലെ കിടക്കുന്നുണ്ട്. നല്ല ഇഷ്ടം പോലെ സ്പേസ് ഉണ്ട് കേട്ടോ. ഇവിടെ ഒന്നും കാണാൻ. അവര് അവിടെ പണിയുന്നേ ഉള്ളു തോന്നുന്നു. അവിടെ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കോ. അതായത് അങ്ങോട്ട് കയറുന്ന വെള്ളക്കെട്ടിന് അങ്ങോട്ടെ. അവിടെ എന്തോ പണി നടക്കുന്നുണ്ടിരിക്കുക. ശരിയാ. എന്താ ഏതോ അവിടെ പണിയുന്നുള്ളവര്. കുതിര കണ്ടില്ല എന്ന് പറയരുത്. ഇഷ്ടം പറഞ്ഞുണ്ടല്ലോ. നമുക്ക് മുകളിലൊക്കെ നിപ്പുണ്ട് കേട്ടോ. നമുക്ക് അങ്ങോട്ട് വന്നിട്ട് ആ മുകളിലുള്ള കൂട്ടമായിട്ട് നിൽക്കാം. ഇവിടെ എത്ര അടുത്ത് കാണാല്ലേ. നിക്കണുണ്ടോ? ഹലോ, ഇത് വിഷ്ണു. ഇങ്ങോട്ട് ഫ്രണ്ടിന്ന് നോക്കുന്നത്. ഹലോ വിഷ്ണു. കാലുകൊണ്ടിട്ട തൊഴിയാണ്. അത് തൊഴിക്കാൻ പറ്റാന്ന് തോന്നുന്നു. നല്ല സമാധാനം കേട്ടോ. നല്ല പീസ്ഫുൾ ആണ്. ഡു നോട്ട് ഫീഡ് ദി ആനിമൽസ്. നല്ല പീസ്ഫുൾ ആണ്. നല്ല സമാധാനമാണ്. ഒച്ചപ്പാട് ലഹളയൊന്നുമില്ല. ആൾക്കാർ കൂടി നിൽക്കുന്നില്ല. ലോയിറ്ററിങ് ഇവിടെ അനുവദനീയമായ ഒരു കാര്യമല്ല. നമ്മളൊക്കെ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഒരു ഗ്യാങ് എവിടെയെങ്കിലും ഉണ്ടാവും, കൂടെ നിന്ന് കമന്റ് അടി അങ്ങനെയുള്ള പരിപാടികൾ. അതൊന്നുമില്ല ഇവിടെ. അതുപോലെ ആൾക്കാർ കുറച്ചു നേരം ഒരു സ്ഥലത്ത് നിന്ന് കാണും, നിന്ന് എൻജോയ് ചെയ്യുന്നു, പോകുന്നു. എനിക്ക് ഐസ്ക്രീം വേണം. അപ്പൊ വലിക്ക് ഐസ്ക്രീം കഴിക്കാൻ പൂതി. അപ്പൊ ഐസ്ക്രീം മേടിക്കാനായിട്ട് പോവാണ് ആള്. 650 രൂപയാണേ. 650 രൂപയുടെ ഐസ്ക്രീം. ഞാൻ വിചാരിച്ചു ഇതിന്റെ ഈ ഫില്ല് ചെയ്ത് കിട്ടുള്ളൂ. ഞാനും അങ്ങനെ വിചാരിച്ചത്. ഇപ്പൊ നമ്മളിവിടെ ഈ കാണുന്ന സ്പോട്ടിലാണുള്ളത്. ഇവിടെയാണ് പെൻഗ്വിൻസ് എന്നാണ് അവർ പറഞ്ഞു തന്നത്. ഇവിടുന്ന്
ഇങ്ങനെ അങ്ങോട്ട് പോകണം. ഈ വഴിയല്ലല്ലോ, ഇതല്ലേ? ഈ വഴി. ഓക്കെ. താൻ എൽക്കിനെ കണ്ടില്ല എന്ന് പറയരുത്. ഞാൻ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്ന എൽക്ക് എന്ന് പറഞ്ഞ സാധനമില്ലേ, ഇതാണ് ഈ മ്ലാവ് പോലത്തെ സാധനം. അതിന്റെ ഇതിരിക്കണുണ്ടോ, കൊമ്പ്. സാധനം ഇവിടെ ഉണ്ടാവും. അതാണ് ഇത്. കണ്ടോ, ഒരാളിനെക്കാളും പൊക്കമുണ്ട് അതിന്. കണ്ടോ? സ്വീഡനിൽ വന്നിട്ട് മുയലിനെ മാത്രം കണ്ട് ജീവിച്ചിരുന്ന മാന്, വരയാട്, ചെമ്മരിയാട്, താഴെ എന്തോ വെള്ളം അല്ലേ, വെള്ളം ഒഴുകുന്ന സൗണ്ട്, വെള്ളച്ചാട്ടത്തിന്റെ പോലെ സൗണ്ട്. വെള്ളച്ചാട്ടമാണ്. താനൊന്ന് പോയി നോക്കിട്ട് വരുമോ? മറ്റേ ഇതൊക്കെ ഫ്രിഡ്ജൊക്കെ ഉണ്ട് താഴെ. പോയി നോക്കിയാലോ? നമുക്ക് തൽക്കാലം കറങ്ങണ്ടല്ലോ, നമുക്ക് തൽക്കാലം പെൻഗ്വിനെ പോയി കാണാം അല്ലേ? അങ്ങ് ആ ബിൽഡിങ്ങിലാണ് പെൻഗ്വിനൊക്കെ ഉള്ളത്. നമ്മുടെ നാട്ടിലെ കടലാസിടി പോലെ തോന്നുമെങ്കിലും അടുത്തിലും അല്ല. പാറയുടെ ഇടയിൽ കിടക്കുന്നുണ്ടേ. അപ്പൊ പെൻഗ്വിൻ കൊറേ ഉണ്ട് കേട്ടോ. കുഞ്ഞിതല്ലേ, ചെറുതാ. വലിയതൊക്കെ അപ്പുറത്തുണ്ട്. അങ്ങോട്ട് പോവാം. അമ്പോ, ജീവിതത്തിൽ ആദ്യമായിട്ടാട്ടെ ഞാൻ പെൻഗ്വിനെ കാണുന്നത്. അതുപോലെ നല്ല ആഴമുണ്ട് കേട്ടോ. അപ്പുറത്തില്ല. നല്ല ആഴമുണ്ട്. നല്ല ആഴത്തിലാണ് ഇതിന്റെ എൻക്ലോഷർ. അമ്പോ, അല്ലല്ല, ഇതൊക്കെ പ്രോപ്പർ വലിപ്പമുള്ള അമ്പോ. ഇത്ര അടുത്ത് കാണുമ്പോ ഒരു പ്രത്യേകതരം ജീവിയല്ലേ. ഷൂട്ട് ചെയ്യാൻ പാത്രം സ്വീഡിഷ് പെൻഗ്വിൻ. പേടിയില്ല കേട്ടോ. പേടിയില്ല, ശരിയാ. ഓടി പോണില്ല. എന്തോ എന്തിന്റെ അസ്ഥി കൂടെ, എന്ത് ജീവിയാണോ? അപ്പൊ നമ്മൾ നടന്ന് ഇവിടുത്തെ അനിമൽസിനെല്ലാം കണ്ടു തീർത്തു. ഈ വാക്ക് വേ കൂടെ ഏകദേശം 1 കിലോമീറ്റർ നടന്നു കഴിഞ്ഞാൽ ഒരു വാച്ച് ടവർ കാണാൻ പറ്റും. അപ്പൊ അടുത്തത് അങ്ങോട്ടാണ്. നല്ല ഓപ്പൺ ഗ്രൗണ്ട് അല്ലേ? നല്ല രസമായിരിക്കും ഇവിടെ. മറ്റേ പകല് വെയിലുള്ളപ്പോ ഇവിടെ ഈ തണലത്തിരിക്കാൻ വേണ്ടിട്ട് കിടന്നുറങ്ങാൻ പറ്റിയ സ്ഥലല്ലേ. ഫുട്ബോൾ ഗ്രൗണ്ട് പോലല്ലേ? അല്ല, ഈ ഒരു വഴി കണ്ടോ? കറക്റ്റ് നമ്മുടെ നാട്ടിലൊരു വഴി പോലെ ഇല്ലേ? മലയാറ്റൂരൊക്കെ പോലെ. ഇങ്ങോട്ട് കയറി കഴിഞ്ഞപ്പോ ഫുള്ള് നമ്മുടെ നാട്ടിലെ വഴി പോലെ തന്നെയാ. ശരിക്കും കേരളം പോലെ, കേരളത്തിലൊരു കാടൊക്കെ പോലെ തോന്നിക്കണ സ്ഥലമാണ് കേട്ടോ. താറാവൊക്കെ ഉണ്ട് ഇവിടെ. പേടിയില്ലല്ലേ? ഒരു പേടിയില്ലാന്ന്. ഇതിലേ കയറണ്ടേ വഴി. ഞാൻ പറയുന്ന വഴിയെ പോരാ. അപ്പൊ വലിയുടെ നേതൃത്വത്തിൽ നമ്മള് ലൈറ്റ് ഹൗസിലോട്ട് പോവാണ്. ഏതോ കാട്ടിലോട്ടാണ് പോകുന്നത്. താൻ എന്നെ ഫോളോ ചെയ്തോ? ഒരിക്കലും വഴി തെറ്റില്ല. വലിയനെ ഫോളോ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. സീനാണ്, സീൻ. എവിടെ എത്തുന്നത് ദൈവത്തിന് അറിയാം. ഇത് കാണുമ്പോ വെറും ഒരു വാച്ച് ടവർ ആയിട്ട് തോന്നുമെങ്കിൽ ഇതിന്റെ അടിയിൽ ഒരു വമ്പൻ വാട്ടർ റിസർവോയർ ഉണ്ട് കേട്ടോ. ഏകദേശം 7,80,000 ലിറ്റർ വെള്ളത്തിന്റെ മുകളിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത്. പക്ഷെ നമുക്ക് ഇതിന്റെ ഉള്ളിലോട്ട് കയറാൻ പറ്റില്ല. ഇതിന്റെ ചുറ്റും നടന്ന് കാണാനേ പറ്റുള്ളൂ. അപ്പൊ ഞങ്ങള് മൊത്തം നടന്ന് കണ്ടു. ഒരു 4-5 മണിക്കൂർ നടക്കാനുള്ളുണ്ട് തോന്നുന്നു അല്ലേ? ഒരു ഈസിലി ഒരു 6-7 കിലോമീറ്റർ എന്തായാലും ഉണ്ടാവും. കുറെ കുന്നും മലയൊക്കെയാണ്. പക്ഷെ ഇതിന്റെ ഇടയിൽ നടുക്ക് ഭാഗത്ത് കുറേ അധികം മൃഗങ്ങളല്ലേ. അപ്പൊ നമ്മള് ഇവിടെ വെച്ചിട്ട് ഈ വീഡിയോ എൻഡ് ചെയ്യാണ്. നമുക്കപ്പോ പുതിയൊരു വീഡിയോയിൽ കാണാം. ബൈ.